സദസ്സിന് നമസ്കാരം. ജനനി ജന്മഭൂമിച്ച സ്വർഗാദപി ഗരിയസി. പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. ഓരോ കേരളീയന്റെ മനസ്സിലും ഉറങ്ങിക്കിടക്കുന്ന വികാരം. മലയാളികളുടെ ജീവിതം അനുദിനം മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നവകേരളം എന്റെ കാഴ്ചപ്പാടിൽ. ഞാൻ സ്വപ്നം കാണുന്ന കേരളത്തിൽ പ്രധാനമായും ഞാൻ മുൻപോട്ട് വെക്കുന്നത്, ഇന്നത്തെ കേരളത്തിൽ നമുക്കറിയാം, കേരളം വിദ്യാഭ്യാസത്തിന്റെ പാതയിൽ ഏറെ മുൻപന്തിയിൽ കുതിക്കുകയാണെങ്കിലും നമ്മുടെ ചുറ്റുപാടിൽ നിരക്ഷരായ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്നത്തെ ക്ലാസ് മുറികളിൽ തന്നെ കർക്കശമായ വിദ്യാഭ്യാസം മുൻപോട്ട് കൊണ്ടുവരിക എന്നതാണ്. അതിനുള്ള നടപടികൾ ഇന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്റെ നവകേരള കാഴ്ചപ്പാടിൽ ഞാൻ പ്രധാനമായും മുൻപോട്ട് വെക്കുന്നത് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും കൃത്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നതാണ്. വിദ്യാഭ്യാസമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ നാളെ ഈ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ കഴിയുക എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. പിന്നീട് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നാം പ്രത്യേക ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ആരോഗ്യ സംരക്ഷണം. ഇന്നത്തെ കേരളത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഫാസ്റ്റ് ഫുഡിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇവിടെ കപ്പയും ചേമ്പും കാച്ചിലും ചേനയും ഒക്കെ കഴിച്ച് ഭക്ഷിച്ച് ജീവിച്ചിരുന്നവരുടെ ഇടയിൽ ഇന്ന് ഫാസ്റ്റ് ഫുഡിനെ പ്രേമിക്കുന്നവർ ഉണ്ടായപ്പോൾ ഇന്ന് ആരോഗ്യം വെറും 50-60 വയസ്സ് വരെ മാത്രമായി. എന്നാൽ 110 വയസ്സ് വരെ ജീവിച്ചിരുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഭക്ഷണത്തിന് കൊടുത്തിരുന്ന പ്രാധാന്യം കൊണ്ടാണ്. സ്വന്തം വയലുകളിൽ സ്വന്തമായി പാകം ചെയ്തെടുത്തിരുന്ന ഭക്ഷണമായിരുന്നു കേരളീയർ ഭക്ഷിച്ചിരുന്നത്. ഇന്ന് കൃഷിക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്റെ സമൂഹത്തിൽ സ്വന്തം വീട്ടുവളപ്പിൽ പച്ചക്കറികൾ ഉണ്ടാക്കുവാനുള്ള ആ സൗകര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. ഈ കൊച്ചു കേരളത്തെ ഒരു ഹരിത കേരളമാക്കി മാറ്റാനായി പ്രയത്നിക്കും. നല്ല ഭക്ഷണവും സ്വന്തമായി കൃഷി ചെയ്യുവാനുള്ള താല്പര്യവുമുള്ളവരാക്കി ഇന്നത്തെ സമൂഹത്തിനെ മാറ്റേണ്ടത് ഒരു അനിവാര്യ ഘടകമാണ്. കൃഷി എന്നത് ഇന്ന് ഇല്ലാതാവുകയാണ്. എന്നാലും അന്യ സംസ്ഥാനങ്ങളിലെ ഭക്ഷണങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ നവകേരള നിർമ്മിതിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആരോഗ്യമില്ലെങ്കിൽ പിന്നെ കേരളം നന്നായാൽ കാര്യമില്ലല്ലോ. നല്ല ആരോഗ്യം വേണമെങ്കിൽ നല്ല ഭക്ഷണം സ്വന്തം വീട്ടുവളപ്പിൽ ഉണ്ടാക്കുവാനുള്ള പ്രചോദനം നമ്മൾ കൊടുക്കണം. നവകേരള നിർമ്മിതിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ